അള്ളാഹുവിന് നന്ദി ചെയ്യുന്ന, അള്ളാഹുവിനെ ഉടമക്കാരനായി സ്വീകരിക്കുന്ന ഒരു വിശ്വാസി ആ വിശ്വാസത്തിന്റെ ഭാഗമായി ചെയ്യുന്ന ആ വിശ്വാസത്തിന്റെ കരുത്തും കാതലുമായ കാര്യമാണ് പ്രാർത്ഥന. അള്ളാഹുവിന് കൊടുക്കണം. പ്രാർത്ഥന അള്ളാഹു അല്ലാത്ത മറ്റൊരാളിലേക്ക് നൽകരുത്. തനിക്കെല്ലാം നൽകിയത് അള്ളാഹു ആണെങ്കിൽ, ആ നൽകിയതിന്റെ മുഴുവനും ഉടമക്കാരനും സൃഷ്ടാവും അള്ളാഹു ആണെങ്കിൽ, ഇനിയും തന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് സൃഷ്ടിച്ചു തരാൻ കഴിവുള്ളവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് സൃഷ്ടാവെന്ന നിലക്ക്, ഉടമക്കാരൻ എന്ന നിലക്ക് തന്റെ ജീവിതത്തിൽ വല്ലതും താൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിനോട് മാത്രമേ ആവശ്യപ്പെടാവൂ. ഇത് ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മർമ്മം. അല്ലാഹുവേ, നിനക്കു മാത്രമാണ് ഞങ്ങളുടെ ആരാധന. ആ ആരാധനയുടെ മർമ്മവും ധർമ്മവുമായ പ്രാർത്ഥന എന്ന് പറയുന്നത് നിനക്കു മാത്രമാണ് ഞങ്ങൾ നൽകുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനു നൽകേണ്ട അർത്ഥനയും വെളിയും പ്രാർത്ഥനയും അള്ളാഹു അല്ലാത്ത മറ്റൊരു വ്യക്തിയിലേക്ക്, ശക്തിയിലേക്ക് നൽകാം എന്ന ഒരു വാദം ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു കാലത്തും സംഭവിച്ചിട്ടില്ല. നമുക്കറിയാം, ഇസ്ലാമിന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ഒരുപാട് തർക്കങ്ങൾ ഇസ്ലാമിക ലോകത്ത് വന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഹബീബിന്റെ കാലശേഷം പ്രവാചകത്വം വാദിച്ചു വന്ന കള്ളപ്രവാചകന്മാരുണ്ട്. സകാത്ത് തരില്ലെന്ന് വാദിച്ചവരുണ്ട്. ഷിയാക്കൾ അടക്കമുള്ള കക്ഷികൾ ഖുലഫാഉർ റാഷിദുകളെ തള്ളിപ്പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട്. ചേകന്നൂരടക്കമുള്ള കക്ഷികൾ പഴയകാല അവാന്തര വിഭാഗങ്ങളെ കോപ്പിയടിച്ച് നിസ്കാരം 5 വഖത്തില്ലെന്ന് പറഞ്ഞ്, നിസ്കാരം തന്നെ ഇല്ലെന്ന് പറഞ്ഞ് തർക്കങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അനവധി ആഭ്യന്തര സംഘർഷങ്ങൾ ആദർശപരമായും കർമ്മപരമായും അതിജീവിച്ച ഒരു പ്രസ്ഥാനത്തിന്റെ ഇന്നലകളിലെ ചരിത്രം പരിശോധിച്ചാൽ അള്ളാഹുവിന് നൽകേണ്ട അർത്ഥനയും വിളിയും പ്രാർത്ഥനയും അള്ളാഹു അല്ലാത്ത മറ്റൊരാളിലേക്ക് നൽകാം എന്ന ഒരു വാദം ഇസ്ലാമിക ലോകത്താരും ഉയർത്തിക്കൊണ്ടുവന്നതായി നമുക്ക് കാണാൻ കഴിയില്ല. എന്തുകൊണ്ട്? അത്രമാത്രം വ്യക്തമാണ്. ഇസ്ലാമിന്റെ 7 അയലത്ത് പോലും നിന്നുകൊണ്ട്, ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു ബന്ധമുള്ള കവലയിൽ നിന്നുകൊണ്ട്, ഇസ്ലാമിന്റെ പ്രമാണ വഴികളിലെ എന്തെങ്കിലും ഒരു അക്ഷരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയാൻ കഴിയാത്ത അത്രയും ദുർബലമായ വാദമാണ് അള്ളാഹുവിന് നൽകേണ്ട പ്രാർത്ഥന മറ്റൊരാളിലേക്ക് നൽകാം എന്നത്. ഒരിക്കലും അത് ഇസ്ലാമിക ലോകത്ത് ഒരാളെപ്പോലും പറഞ്ഞു പറ്റിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ അങ്ങനെ ഒരു തർക്കം ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. മുസ്ലിം ലോകത്തൊരു വിഭാഗം അള്ളാഹുവിന് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്നും, മറ്റൊരു വിഭാഗം അല്ല, അള്ളാഹുവിന് നൽകേണ്ട പ്രാർത്ഥന മറ്റൊരു ശക്തിക്കോ വ്യക്തിക്കോ നൽകാം എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു തർക്കമോ ഒരു വാദപ്രതിവാദമോ ഖണ്ഡനമോ ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഇന്നും മുസ്ലിം ലോകത്ത് അങ്ങനെ ഒരു തർക്കമില്ല. എന്റെ കവലയിൽ എന്നെ കേൾക്കുന്ന ഈ ആദർശത്തെ അടുത്തറിഞ്ഞു പഠിക്കാൻ അവസരം കിട്ടാത്ത ആരും മുഖം തിരിച്ചു പോകരുത്, തെറ്റിദ്ധരിച്ചു പോകരുത്. വളരെ വ്യക്തമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ലോകത്തെല്ലായിടത്തും എന്ന പോലെ കേരളത്തിലും അഹ്ലുസുന്നയും അഹ്ലുൽ ബിദ്അയും തമ്മിലുള്ള തർക്കം, സുന്നികളും അസുന്നികളും തമ്മിലുള്ള തർക്കം, അള്ളാഹുവിന് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് ഒരു വിഭാഗവും അല്ല, അള്ളാഹുവിന് നൽകേണ്ട പ്രാർത്ഥന മറ്റൊന്നിലേക്ക് നൽകാം എന്നതും അല്ല. അങ്ങനെ ഒരു തർക്കമേ മുസ്ലിം ലോകത്തില്ല. അന്നുമില്ല, ഇന്നലെയുമില്ല, ഇന്നുമില്ല. ഒരു കാലത്തും അങ്ങനെ ഒരു തർക്കത്തിന് ഒരു നിമിഷം പോലും ഈ മതത്തിന്റെ പ്ലാറ്റ്ഫോമിൽ സാഹചര്യങ്ങളുമില്ല. അത്രമാത്രം ദുർബലമാണ് ആ വാദം. എങ്കിൽ പിന്നെ മുസ്ലിം ലോകത്ത് വന്ന തർക്കങ്ങൾ എവിടെയാണ്? ഇസ്ലാമിക ലോകത്ത് ഒരുപാട് തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ തർക്കങ്ങളോട് ചില സമാനതകളുണ്ട്. കേരളത്തിലെ സുന്നിയും അസുന്നിയും തമ്മിലുള്ള തർക്കത്തിന് അതിലൊരു സമാനത എന്താണ്? ഇസ്ലാമിക ലോകത്ത് കടന്നു വന്ന ഖവാരിജുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ആ ഖവാരിജുകൾ സ്വഹാബത്തടക്കമുള്ള വിശ്വാസികളാകുന്ന ജനസഞ്ചയത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് പറഞ്ഞ ഒരു വാദമുണ്ട്.
ആ വാദത്തിനെതിരെ സ്വഹാബത്ത് ഉയർത്തിപ്പിടിച്ച ഒരു നിലപാടുണ്ട്. ആ നിലപാടുകളെ സംബന്ധിച്ചും വാദങ്ങളെ സംബന്ധിച്ചും മഹാന്മാരായ ഇമാമുമാര് വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. എന്തായിരുന്നു ഖവാരിജുകൾ എന്ന് പറയുന്ന പൗരാണിക കാലത്തെ പുത്തൻവാദികളും ആ കാലത്ത് ജീവിച്ചിരുന്ന സ്വഹാബത്തടക്കമുള്ള മുഖ്യധാരാ മുസ്ലിമീങ്ങളും തമ്മിലുള്ള തർക്കം എന്താണ്? ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. ഇൻദലഖൂ ഇലാ ആയാത്തിൻ നസലത് ഫിൽ കുഫാർ, അബൂജഹൽ അടക്കമുള്ള അവിശ്വാസികളുടെ വിശ്വാസ വൈകൃതങ്ങളെ നിരാകരിക്കുകയും നിഷേധിക്കുകയും വിമർശിക്കുകയും ചെയ്തുകൊണ്ട് അല്ലാഹു തആല ഖുർആനിൽ അവതരണമാക്കിയ ഒരുപാട് ആയത്തുകളുണ്ട്. ഫജഅലൂഹാ ലൽ മുസ്ലിമീൻ, പ്രവാചക പാഠശാലയിൽ നിന്നും മതം പുൽകിയ സ്വഹാബികളടക്കമുള്ള മുഖ്യധാരാ മുസ്ലിമീങ്ങൾക്കെതിരെ ഇത്തരം അബൂജഹലടക്കമുള്ള കക്ഷികളുടെ നിലപാടിനെ വിമർശിച്ചുകൊണ്ട് അവതരിപ്പിക്കപ്പെട്ട ആയത്തുകളെ ദുർവ്യാഖ്യാനം ചെയ്ത് ഓതുകയും ആ മുസ്ലിം മുഖ്യധാരയിൽ ശിർക്ക് ആരോപിക്കുകയും ചെയ്ത ഒരു തർക്കം ഇസ്ലാമിക ചരിത്രത്തിലുണ്ട്. ആരാണ് സുഹൃത്തുക്കളെ അബൂജഹലടക്കമുള്ളവർ? അല്ലാഹുവിന്റെ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞു, ഇന്നഹും ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹ് യസ്തക്ബിറൂൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാചകം കേട്ടാൽ അഹങ്കരിച്ചു പുറംതിരിഞ്ഞു മാറി നിൽക്കുന്ന, പല്ലിളിച്ചു പരിഹസിക്കുന്ന ഒരു വിഭാഗമാണ് അബൂജഹലടക്കമുള്ള അക്കാലത്തെ അവിശ്വാസികൾ. ജീവിതത്തിൽ തമാശക്ക് പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുരുവിടാത്ത, തങ്ങളുടെ വായയിൽ നിന്ന് ഒരിക്കൽ പോലും അത്തരം ഒരു വാചകം അടർന്നു വീണിട്ടില്ലാത്ത, അത്തരം ഒരു വാചകം കേട്ടാൽ അഹങ്കരിച്ചു പുറംതിരിഞ്ഞു പോകുന്ന അബൂജഹലടക്കമുള്ള അവിശ്വാസികളെ മുസ്ലിം സമുദായത്തിനോട് സമാനതകളുണ്ട് എന്ന് ചിത്രീകരിച്ചുകൊണ്ട് മുസ്ലിം ലോകത്ത് ശിർക്ക് ആരോപിച്ച വിഭാഗമാണ് ഖവാരിജുകൾ. ആ ഖവാരിജുകളും അന്നത്തെ മുസ്ലിമീങ്ങളും എന്തായിരുന്നോ തർക്കമുണ്ടായിരുന്നത്, അതേ തർക്കമാണ് കേരളത്തിലെ സുന്നികളും അസുന്നികളും തമ്മിലുള്ള തർക്കം. ഇത് നമ്മൾ കേവലം ഒരു ആരോപണം ഉന്നയിക്കുകയല്ല. കേരളത്തിന്റെ നൂറുകണക്കായ കവലകളുടെ സായാഹ്നങ്ങളിൽ കടന്നു വന്ന് മുസ്ലിം മുഖ്യധാരയോട് കുഫറിന്റെയും ശിർക്കിന്റെയും ആരോപണം ഉന്നയിച്ച് കലഹം കൂട്ടുന്ന ഈ രാജ്യത്തെ സകല മുജാഹിദ് ഗ്രൂപ്പുകളുടെയും നിലപാട് എന്താണ്? കേരളത്തിലെ സുന്നികൾ അവിശ്വാസികളാണോ വിശ്വാസികളാണോ? അബൂജഹൽ അടക്കമുള്ളവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കേട്ടാൽ പുറംതിരിഞ്ഞു പോകുന്നുവെങ്കിൽ കേരളത്തിലെ സുന്നികളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ടാൽ പുറംതിരിഞ്ഞു പോകുന്നവരാണോ സ്വീകരിക്കുന്നവരാണോ? ഒരു മുജാഹിദ് മൗലവി വളരെ വ്യക്തമായി സംസാരിക്കുകയാണ്. ലത്തീഫ് കരിമ്പിലാക്കൽ എന്ന് പറയുന്ന മടവൂരില്ലാത്ത മടവൂരി മുജാഹിദിന്റെ ആധുനിക നേതാവാണ് അദ്ദേഹം. ഖവാരിജുകൾ ആരോടാണ് അബൂജഹലിനെതിരെയുള്ള ആയത്തുകളോതി കലഹം കൂട്ടിയത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ചവരോടാണ്. കഅബയാണ് ഖിബില എന്ന് അംഗീകരിച്ചവരോടാണ്. ഹബീബായ തങ്ങളാണ് റസൂൽ എന്ന് അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തവരോടാണ്. കേരളത്തിലെ മുജാഹിദുകളും ശിർക്കിന്റെ കലഹം കൂട്ടുകയും ആയത്തോതുകയും ചെയ്യുന്നത് ആരോടാണ്? ഇതേ നിലപാടുള്ള ഇതേ വിശ്വാസികളോടാണ്. അദ്ദേഹം പറയുന്നു, കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം തൗഹീദ് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കാത്തവരോടല്ല, മറിച്ച് അംഗീകരിക്കുന്നവരോടാണ് എന്ന് അയാൾ തന്നെ വ്യക്തമായി പറയുകയാണ്. കേരളക്കരയിൽ മുജാഹിദ് പ്രസ്ഥാനം പ്രബോധനം ചെയ്തത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഒട്ടും അംഗീകരിക്കാത്തവരുടെ മുമ്പിലല്ല, മട്ടം പോലെ അംഗീകരിച്ചവരോടാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഊണിലും ഉറക്കിലും ജനിച്ചിടത്തും മരിച്ചിടത്തും മയ്യത്ത് കൊണ്ടുപോകുന്നിടത്തൊക്കെ ഉറക്ക പറയുന്ന ഒരു വിഭാഗം. അബൂജഹലും ടീമോ ഇന്നഹും ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹ് യസ്തക്ബിറൂൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ സൗണ്ട് കേട്ട അബ്ബൈക്ക് വരാത്തവനാണ് അബൂജഹലും ടീമും. ഇവർക്കെതിരെ ഓതേണ്ട ആയത്തുകൾ ഖവാരിജുകൾ ഓതിയത് ആരോടാണ്? കറകളഞ്ഞ സ്വഹാബത്തടക്കമുള്ള മുസ്ലിമീങ്ങളോട്. കേരളത്തിലെ മുജാഹിദുകൾ ഓതുന്നത് ആരോടാണ്? ലോകത്തെ മുഴുവൻ മുസ്ലിമീങ്ങളും ഓതുന്നത് ആരോടാണ്? ലോകത്തെ മുഴുവൻ വഹാബികളും ഓതുന്നത് ആരോടാണ്? IS തീവ്രവാദികൾ ശിർക്ക് മുർത്തദ്ദായി പോയി എന്ന് പറഞ്ഞ് കൊലപ്പെടുത്തുന്നത് ആരെയാണ്? ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മട്ടം പോലെ സ്വീകരിച്ച മുസ്ലിമീങ്ങളെയാണ്. അത് കുറച്ചേ ഉള്ളൂ, അത് അപൂർവമേ ഉള്ളൂ, വല്ലപ്പോഴുമേ ഉള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിക്കാത്ത ആളുകളോട് വളരെ കുറഞ്ഞ മുജാഹിദ് ഈ സംഗതി പറഞ്ഞു കൊടുക്കലുള്ളൂ. പിന്നെ പറഞ്ഞു കൊടുക്കുന്നത് മുഴുവൻ എടുക്ക, മണല് കയറ്റുന്നത് മുഴുവൻ പുഴയുടെ തീരത്തേക്കാണ്, കടപ്പുറത്തേക്കാണ്.
കാരക്ക കയറ്റുന്നത് മുഴുവൻ ബസറീക്കാണ് എന്ന് പറഞ്ഞതുപോലുള്ള പോയത്തമാണ് വഹാബികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് അംഗീകരിക്കുന്ന, അതെ, അംഗീകരിക്കാന്ന് പറഞ്ഞാൽ അള്ളേ പടച്ചോനുള്ളൂ എന്ന് പറഞ്ഞു വിശ്വസിച്ചു, അങ്ങനത്തെ ആൾക്കാരോടാണ് ഇബലിത് പിന്നെയും പറയുന്നത്. വിശുദ്ധ ഖുർആൻ അന്തിമ വേദഗ്രന്ഥമാണ് എന്ന് അംഗീകരിക്കുന്ന, അതും ക്ലിയറാണ്. പരിശുദ്ധ കഅബയെ ഖിബലയായി സ്വീകരിക്കുന്ന, ഇതൊന്നും അബൂജഹലിന് ക്ലിയർ അല്ല, നമുക്ക് ഇതൊക്കെ ക്ലിയറാണ്. പക്ഷെ നമുക്കെതിരിൽ ഈ കവലയിൽ വഹാബി വന്നോട് ആയത്തെന്താ? ഇതൊന്നും ക്ലിയർ അല്ലാത്ത അബൂജഹലിന്റെ നിലപാടിനെ വിമർശിച്ചിറങ്ങിയ ആയത്തുകൾ. ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളെ ഉൾക്കൊള്ളുന്ന ഈ നാട്ടിലെ മുസ്ലിങ്ങളായി അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ മുമ്പിലാണ് നമ്മൾ വീണ്ടും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത്. അങ്ങനെയുള്ള ഒരു വിശ്വാസി സമൂഹത്തിന്റെ മുമ്പിലാണ് ഖവാരിജുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്തത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് നഷ്ടപ്പെട്ടവരാണ് അന്നത്തെ മുഖ്യധാര മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കാത്ത അബൂജഹലിനെതിരെയുള്ള ആയത്തുകൾ ഓതുകയും അതിന്റെ പേരിൽ കുഫ്ർ ആരോപിക്കുകയും ചെയ്തത് ആരോടാണ്? കറകളഞ്ഞ വിശ്വാസികളോടാണ്. ഇന്തലഖൂ ഇലാ ആയാത്തിൻ നസലത് ഫിൽ കുഫാർ, അവിശ്വാസികളുടെ വിശ്വാസ വൈകൃതങ്ങളെ വിമർശിച്ചിട്ടുള്ള ആയത്തുകൾ ഫജഅലൂഹാ അലൽ മുസ്ലിമീൻ, അത് മുസ്ലിമീങ്ങൾക്കെതിരെ ദുർവ്യാഖ്യാനിച്ച് അടിച്ചേൽപ്പിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന പ്രവണത മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. വകാന യറാഹും ശിറാറ ഖൽഖില്ലാഹ്, അള്ളാന്റെ ഭൂമിയിലെ ഏറ്റവും നാശം പിടിച്ച ആളുകളാണവർ, ഏറ്റവും ഷർറ് പിടിച്ചവരാണവർ എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. സുഹൃത്തുക്കളെ, നമുക്കില്ലാത്ത ഒരു നിലപാട്, നമ്മിലില്ലാത്തൊരു വിശ്വാസം, നമ്മുടെ യഥാർത്ഥ വിശ്വാസത്തെ മൂടിവെച്ച് നമുക്കെതിരെ അടിച്ചേൽപ്പിച്ചുകൊണ്ട് കവലകളിൽ വഹാബികൾ വന്നുകൊണ്ട് നമുക്കെതിരെ തൗഹീദി പ്രഭാഷണം നടത്തുമ്പോൾ അതിനു വേണ്ടി അവർ ഉപയോഗപ്പെടുത്തുന്നത് എന്താണ്? കൃത്യമായ പച്ചയായ ആരോപണങ്ങൾ. ആ ആരോപണമാണ് അവർ ജനങ്ങളെ കൺഫ്യൂഷാക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണത്? കേരളത്തിലെ സുന്നികൾ, സമസ്തക്കാർ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നവരാണ്. ഒരിക്കലും ലോകത്തൊരു മുസ്ലിമും ഒരു കാലത്തും ഇസ്ലാമിന്റെ അകത്തളങ്ങളിൽ ഇല്ലാത്ത ഒരു തർക്കമാണ് നമുക്കുണ്ട് എന്ന് മുജാഹിദുകൾ നമുക്കെതിരെ പറയുന്നത്. ആ രീതിയിൽ ഒരു മുജാഹിദ് മൗലവി പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം. സമസ്തക്കാർ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നവരാണ്. അവരോടല്ലാതെ ആകുവാൻ പാടില്ല, ഇത് ഇസ്ലാമിന്റെ അടിസ്ഥാനമാണ്. അതെ, പ്രാർത്ഥന അല്ലാഹു അല്ലാത്തവരോട് പാടില്ല എന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാനമാണ്. അല്ലാഹുവിനു നൽകേണ്ട ഒരു അർത്ഥനയും ഒരു വിളിയും അല്ലാഹു അല്ലാത്ത മരിച്ചതോ ജീവിച്ചിരിക്കുന്നതായ ഒന്നിനും നൽകിക്കൂടാ എന്നത് ഇസ്ലാമിന്റെ നിലപാടാണ്. അതിൽ മുജാഹിദും സുന്നിയും തർക്കമില്ല. ലോകത്തൊരു കാലത്തും ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു തർക്കം ഉടലെടുത്തിട്ടുമില്ല. അത്തരം ഒരു തർക്കത്തിനൊരു നിമിഷം പോലും ഈ സമുദായത്തിന്റെ അകത്തളത്തൊരു ചാൻസുമില്ല. സുന്നത്ത് ജമാഅത്തിന്റെ മുഖ്യമായ വിഷയമാണ്. പക്ഷേ സമസ്ത എന്ന് പറയുന്ന സംഘടന നിലകൊള്ളുന്നത് തന്നെ ബദരീങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കാം, ബദരീങ്ങളെ വിളിക്കാം എന്ന് നമ്മൾ പറയാറുണ്ട്. ബദരീങ്ങളോട് പ്രാർത്ഥിക്കാം എന്ന് നമ്മൾ ഒരിക്കലും പറയാറില്ല. മുഹ്യിദ്ദീൻ ശൈഖിനെ വിളിച്ചു പ്രാർത്ഥിക്കാം, മരിച്ചുപോയ അമ്പിയാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കാം, സഹായം തേടാം എന്ന ഇസ്ലാമുമായി ബന്ധമില്ലാത്ത, അമ്പിയാക്കന്മാർ പഠിപ്പിച്ച വിശ്വാസവുമായി ഒരു ബന്ധവുമില്ലാത്ത ശിർക്കിന്റെ വിശ്വാസം സമൂഹത്തെ പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് ആ ഒരു വിഭാഗം നിലകൊള്ളുന്നത്. ഈ ഒരു ആരോപണം സാധാരണ മുസ്ലിമീങ്ങളിൽ സാധിപ്പിച്ചെടുക്കാൻ വഹാബികൾ ചെയ്യുന്ന ഒരു കുൽസിത ശ്രമമുണ്ട്. അതെന്താണ്? നമ്മുടെയൊക്കെ നാട്ടില് കേരളം സാക്ഷരത കൈവരിക്കുന്നതിന്റെ മുമ്പ് പഴമക്കാരൊക്കെ പറയാറുണ്ട് പോസ്റ്റും കാല്. എന്നാൽ ഇന്ന് പഴമക്കാര് പോലും അങ്ങനെ പറയാറില്ല. കാലെന്നോ പോസ്റ്റെന്നോ പറഞ്ഞാൽ തീരുന്ന വിഷയമുള്ളത്. ഇതുപോലെ വിളിയും പ്രാർത്ഥനയും, ഇത് രണ്ടും വലിയ വ്യത്യാസങ്ങളുണ്ട്. വിളിയെല്ലാം പ്രാർത്ഥനയാകണമെന്നില്ല. പക്ഷേ മുജാഹിദ് എങ്ങനെ പറഞ്ഞാലും വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന പോസ്റ്റിംഗാല ശൈലിയിലെ ഇത് ഉപയോഗിക്കുള്ളൂ. സാധാരണക്കാർക്കിടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാനുള്ള ഒരു നിലപാട്. അങ്ങനെ ഉലമാക്കളാകുന്ന സ്വാത്വികരായ പണ്ഡിതന്മാരും ലോകത്തെ മുഖ്യധാരാ മുസ്ലിമീങ്ങളും അബൂജഹലടക്കമുള്ള ആളുകളുടെ നിലപാട് വെച്ചു പുലർത്തുന്നവരാണ് എന്ന് ആരോപിക്കാനും അത് സ്ഥാപിച്ചെടുക്കാനും ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചതിന്റെ ശേഷം അന്ന് ഖവാരിജുകൾ മുസ്ലിം ലോകത്തോട് ചെയ്ത അതേ തോന്നിവാസം മുജാഹിദുകൾ നമ്മളോട് ചെയ്യുകയാണ്. അതെന്താണ്? അല്ലാഹുവിന്റെ ഖുർആനിൽ
ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കാതെ മറ്റു പലതിനോടും അർത്ഥനയും ആരാധനയും നൽകിയ അവിശ്വാസികളുണ്ട്. ആ വിശ്വാസികളോട് അല്ലാഹു തആല പറഞ്ഞ വാചകങ്ങളുണ്ട്. നിങ്ങൾ എന്നോട് മാത്രം പ്രാർത്ഥിക്കണേ ജനങ്ങളെ, എന്നോട് മാത്രമേ നിങ്ങൾ അർത്ഥിക്കാവൂ എന്ന അള്ളാഹുവിന്റെ ഖുർആനിന്റെ ആയത്തുകൾ അങ്ങാടിയിൽ വന്നിട്ട് നമുക്കെതിരിൽ ഒരു തർക്കമല്ലാത്ത ഈ ആയത്ത് നമുക്കെതിരിൽ വെച്ചുകൊട്ടു. അബ്ദുറഹ്മാൻ സലഫി എന്ന് പറയുന്ന ഔദ്യോഗിക മുജാഹിദിന്റെ നേതാവ് ആ കാര്യം വിശദീകരിക്കുകയാണ്. നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ലാത്തൊരായത്ത്, ആ ആയത്തിനെതിരായ ഒരാശയം നമ്മിലുണ്ടെന്ന് കവലയിൽ വരുത്തി തീർത്ത് നമുക്കെതിരെ ഓതുകയാണ് ഖവാരിജികളുടെ സ്റ്റൈലിൽ ഒരു മുജാഹിദ് മൗലവി. വിശുദ്ധ ഖുർആനിന്റെ കൽപ്പന അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്നാണ്. അതെ, അതിൽ നമുക്കൊരു തർക്കമല്ല. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്ന കാര്യത്തിൽ നമുക്കൊരു തർക്കവുമില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ വിനയത്തോടെ, താഴ്മയോടെ, നിങ്ങളുടെ റബ്ബിനോട്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവിൻ. ഇത്തരത്തിലുള്ള കൽപ്പനകൾ ഏറെ ഖുർആനിലുണ്ട്. വളരെ സത്യമാണ്. റബ്ബക്കും, നിങ്ങളെ റബ്ബിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണേ. തളർറുഅൻ വഖുഫിയ, അതീവ വിനയത്തോടെ അതീവ താഴ്മയോടെ നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണേ. ഇത് അല്ലാഹുവിന്റെ ഖുർആനിലുള്ള വാചകമാണ്. മുസ്ലിം ലോകം സ്വീകരിക്കുന്ന നിലപാടുകളാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിനോട് നടത്തേണ്ട അതീവ താഴ്മയിലുള്ള ഒരു അർത്ഥനയും നമ്മൾ അല്ലാഹു അല്ലാത്ത ആരോടും നടത്താൻ പാടില്ല. ഇതിലെല്ലാം പിന്നെ എവിടെയാണ് സുന്നിയും അസുന്നിയും തമ്മിലുള്ള തർക്കം? ഒന്നാമതായി ഖവാരിജും മുസ്ലിം ലോകവും തമ്മിലുള്ള തർക്കമാണ്. ആ തർക്കം സമുദായത്തിൽ സ്ഥാപിച്ചെടുക്കാൻ മുജാഹിദുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കെണികളും ചതികളും എന്താണ്? സഹോദരന്മാരെ, നമുക്കില്ലാത്തൊരു വാദം നമ്മിൽ ഏൽപ്പിക്കുക. ഒരു സാധനം കട്ടൻ ചായയും കള്ളും നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് അത് കള്ളേതാണ് കട്ടൻ ചായ ഏതാണ് എന്ന് ഒരാൾ പറയണമെങ്കിൽ എന്താണ് കള്ളും കട്ടൻ ചായയുമെന്ന് ഒരാൾ പറയേണ്ടി വരും. എങ്കിലേ അത് സ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ. നന്നായി കട്ടൻ ചായ കുടിക്കുന്ന ഒരാളിലേക്ക് ചൂണ്ടിയിട്ട് അത് പട്ടച്ചാരായമാണെന്ന് ആരോപിക്കുന്നത് പോലെയുള്ള വിഡ്ഢിത്തമാണ് മുസ്ലിം ലോകത്തോട് വഹാബികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും നമ്മൾ കട്ടൻ ചായ കുടിക്കുമ്പോൾ അത് പട്ടച്ചാരായമാണെന്ന് പറയുന്നവരോട് നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എങ്കിൽ എന്താണ് ഈ കട്ടൻ ചായ എന്ന് പറയുന്നത്? നിങ്ങളിത് കട്ടൻ ചായയാണ് എന്ന് പറയണമെങ്കിൽ, നിങ്ങളിത് പട്ടച്ചാരായമാണെന്ന് ആരോപിക്കണമെങ്കിൽ, ഇത് പട്ടച്ചാരായമാണെന്ന് നിങ്ങൾ ആരോപിക്കുമ്പോൾ അതെന്താന്ന് പറഞ്ഞു തരൂ. നിങ്ങൾ പറയുന്ന ആ കാര്യങ്ങളൊക്കെ ഈ ക്ലാസ്സിലെ സാധനത്തിലുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാലോ എന്ന അർത്ഥത്തിലാണ് കൊട്ടപ്പുറത്ത് സുൽത്താനുൽ ഉലമ എന്താണ് ശിർക്ക് എന്ന് ചോദിച്ചത്. അത് പറഞ്ഞാൽ പിന്നെ വഹാബിയുടെ ഒള്ളുമുറിഞ്ഞു. ഇതുപോലെ പ്രാർത്ഥന അള്ളാഹുവിന് മാത്രം എന്ന് നാഴികക്കു 40 വട്ടം വിളിച്ചുകൂവി കേരളത്തിന്റെ കവലയിൽ കടന്നു വരുന്ന ഒരു മുജാഹിദ് മൗലവി 4-5 മണിക്കൂർ അല്ലെങ്കിൽ 4-5 ദിവസം അള്ളാഹുവിന് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് പറയുമ്പോൾ, ആ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമാകണമെന്ന് പറയുന്ന ആയത്തുകൾ ഓതുമ്പോൾ ഒരിക്കൽ പോലും എന്താണ് പ്രാർത്ഥന എന്ന് പഠിപ്പിക്കാറില്ല. ഒരിക്കൽ പോലും പ്രാർത്ഥന എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കാറില്ല. ഉദ്ഉ റബ്ബക്കും തളർറുഅൻ വഖുഫിയാ, നിങ്ങളെ റബ്ബിനോ നിങ്ങൾ വിളിക്കണം, റബ്ബിനോട് നിങ്ങൾ തേടണം. എപ്പോഴാണ് റബ്ബിനോട് മാത്രം തേടേണ്ട തേട്ടമായൊരു വിളി വരുന്നത്? തളർറുഅൻ വഖുഫിയാ, അത് അങ്ങേയറ്റത്തെ വിനയമുണ്ടാകുമ്പോഴാണ്, അത് അങ്ങേയറ്റത്തെ വിധേയത്വമുണ്ടാകുമ്പോഴാണ്. എപ്പോഴാണ് സഹോദരന്മാരെ അത്തരം ഒരു മനോഭാവം ഒരു മനുഷ്യനിൽ വരുന്നത്? അത് മുജാഹിദുകൾ തന്നെ പലയിടത്തും വിശദീകരിക്കുന്നത് കാണാം. ഇത് അഹ്ലുസുന്ന എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ മുജാഹിദ് മൗലവിമാർ വളരെ വ്യക്തമായി വിശദീകരിക്കുകയാണ്. അപ്പോൾ പ്രാർത്ഥനയും സഹായാർത്ഥനയും തമ്മിൽ എന്താണ് വ്യത്യാസം? നമ്മൾ ജീവിച്ചിരിക്കുന്നവരാവട്ടെ മരിച്ചുപോയവരാവട്ടെ പലരോടും നമ്മൾ സഹായം തേടാറുണ്ട്. എന്നാൽ പ്രാർത്ഥന നമ്മൾ അള്ളാഹുവിനോട് മാത്രമേ നടത്തുകയുള്ളൂ. എങ്കിൽ എന്താണ് വിളിയും സഹായാർത്ഥനയും തമ്മിലുള്ള വ്യത്യാസം? അത് മുജാഹിദുകൾ തന്നെ പഠിപ്പിക്കുകയാണ്. പ്രാർത്ഥനയും സഹായാർത്ഥനയും തമ്മിൽ ഭാഷാപരമായി വലിയ വ്യത്യാസമൊന്നുമില്ല. പ്രാർത്ഥന എന്ന പദത്തിന്റെ ഭാഷാ നിഘണ്ടു ഡിക്ഷണറി എടുത്തു നോക്കിയാൽ അതിൽ സഹായാർത്ഥന എന്ന അർത്ഥം കണ്ടേക്കാം.
ഒരാൾ പ്രാർത്ഥിക്കുന്ന സൗണ്ട് കേൾക്കുമ്പോഴും സഹായം തേടുന്ന സൗണ്ട് കേൾക്കുമ്പോഴും സ്വരത്തിൽ ഒരുപോലെ തോന്നിയേക്കാം. അല്ലാഹുവേ മഴ തരണേ എന്ന് പറയുന്നത് ഒരാൾ റെക്കോർഡ് ചെയ്തു. മുഹമ്മദ് കുട്ടി വെള്ളം തരണേ എന്ന് പറയുന്നതും ഒരാൾ റെക്കോർഡ് ചെയ്തു. ഈ റെക്കോർഡ് ഇട്ടിട്ട് രണ്ടും കേട്ടാൽ രണ്ടും ഒരേ സ്വരമാണ്, ഒരേ ശൈലിയാണ്. അതാണ് മുജാഹിദ് മൗലവി പറയുന്നത്, ഭാഷാപരമായി അതിൻ്റെ ഇടയിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഒച്ച കേട്ടാലോ കോലം കണ്ടാലോ ഇതൊന്നും പ്രാർത്ഥനയാണ് എന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ഇനിയൊരു ദിവസം ഒരു മൗലവി ഇവിടെ പരിപാടി വെക്കുന്നുവെങ്കിൽ ഏതെങ്കിലും ഒരു പണ്ഡിതൻ ദുആ ചെയ്യുന്നിടത്ത് ആ ദുആയുടെ കൂട്ടത്തിൽ നടത്തുന്ന ഇസ്തിഗാസയുടെ പദമോ സ്വരമോ കാണിച്ച്, കണ്ടോ ഈ പദത്തിന്റെ അവസാനം നേ എന്നുണ്ട്, ടേ എന്നുണ്ട്, കൈപൊന്തിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് കൺഫ്യൂഷൻ ഉണ്ടാക്കും. എന്നാൽ അവരുടെ തന്നെ ഗ്രന്ഥം പറയണം, ഒരാൾ സഹായം തേടുമ്പോഴും അത്തരം സൗണ്ടും ശൈലിയും ഒക്കെ ഉണ്ടാകാം. ഒരു വിളിയും ഒരു പ്രാർത്ഥനയും, ഒരു സഹായാർത്ഥനയും ഒരു പ്രാർത്ഥനയും തമ്മിൽ വ്യത്യാസപ്പെടുന്നത് സ്വരമോ ശൈലിയോ രീതിയോ കണ്ടുകൊണ്ടല്ല, മറിച്ച് എവിടെയാണ് സഹായാർത്ഥനയിൽ നിന്ന് പ്രാർത്ഥന വേറിട്ട് വരുന്നത്? വ്യക്തിയോ മരമോ കല്ലോ കബറോ എന്തായാലും ദൈവമെന്നോ ആരാധ്യനെന്നോ ദിവ്യത്വമുണ്ടെന്നോ വിശ്വാസമുണ്ടാകുമ്പോഴാണ് ഒരു വിളി പ്രാർത്ഥനയായി മാറുന്നത്. അപ്പോ ഉദഉ റബ്ബക്കും തളർറുഅൻ വഖുഫിയ എന്ന് ഖുർആൻ പറഞ്ഞത് ഏതർത്ഥത്തിലാണ്? ദൈവമാണെന്നോ ആരാധനക്കർഹനാണെന്നോ അല്ലെങ്കിൽ ദിവ്യത്വമുണ്ടെന്നോ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ആരെയെങ്കിലും വിളിക്കുന്നുവെങ്കിൽ ആ വിളി റബ്ബിനോട് മാത്രമാകണേ, ആ വിളി റബ്ബിലേക്ക് മാത്രമാക്കണേ. അതേ സമയത്ത് അത്തരം വിശ്വാസങ്ങളില്ലാതെ ജീവിക്കുന്നതോ മരിച്ചുപോയവരോ ആയ പലരെയും നിങ്ങൾക്ക് വിളിക്കേണ്ടി വന്നേക്കാം. അതൊന്നും ഈ നിലപാടിലല്ല. ഇവിടെയാണ് മുജാഹിദും സുന്നിയും വ്യത്യാസപ്പെടുന്നത്. മുസ്ലിം ലോകത്ത് നമ്മളൊക്കെ ശിർക്ക് ചെയ്യുന്നവരും അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവരുമാണെന്ന് വരുത്തി തീർക്കാൻ മൗലവിമാര് പറയുന്നത് ഈ ഒരു നിലപാട് അംഗീകരിക്കാതെയാണ്. എപ്പോഴാണ് അത് വരിക? ആ തന്റെ മുന്നിൽ നിൽക്കുന്ന അല്ലെങ്കിൽ തന്റെ മനസ്സിൽ പ്രതിഷ്ഠിച്ച ആളോട് ദൈവീകമായ എന്തെങ്കിലും ഒരു മനോഭാവം ഉണ്ടാകുമ്പോഴാണ്. ഇനി ഇത് മറ്റൊരു തലത്തിലും മുജാഹിദുകൾ പറയുന്നുണ്ട്. അൽമനാറിന്റെ കോപ്പിയാണ് എന്റെ കയ്യിൽ. ഇതിൽ അവർ പറയുന്നു ഉദഉ തളർറുഅൻ വഖുഫിയ, റബ്ബിനോട് വിനയത്തോടെ നിങ്ങൾ വിളിക്കണം എന്ന് പറഞ്ഞല്ലോ. ഈ വിനയം ഈ വിളിയും എപ്പോഴാണ് ഒരു പ്രാർത്ഥനയുടെ പരിധിയിലെത്തുക? അങ്ങേയറ്റത്തെ അനുസരണവും താഴ്മയും അടിമത്തവും ഒക്കെ തന്നെയും ഇബാദത്തും തൗഹീദിന് വിരുദ്ധവുമായി തീരണമെങ്കിൽ അതിന്റെ പിന്നിൽ ദിവ്യത്വ സങ്കല്പങ്ങളും അതനുസരിച്ചുള്ള വിശ്വാസം കൂടി ഉണ്ടാകണം. ബദരീങ്ങളെ വിളിച്ചാലും മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ചാലും ജീവിച്ചിരിക്കണ മൊയ്തീൻ കുട്ടിനെ വിളിച്ചാലും ഒക്കെ ഒരു വിളി ശിർക്കിന്റെ പരിധിയിൽ വരുന്ന പ്രാർത്ഥനയാകുന്നത് മൊയ്തീൻ കുട്ടി മരിക്കുമ്പോഴല്ല. അതുപോലെ ജീവിച്ചിരിക്കുമ്പം എങ്ങനെ വിളിച്ചാലും അത് തൗഹീദാകുക എന്നതുമല്ല, മറിച്ച് അങ്ങേ അറ്റത്തെ ദൈവീകമായ മനോഭാവം ഉണ്ടാകലാണ്. ഇത് തന്നെയാണ് അള്ളാഹുവിന്റെ ഖുർആനും പറഞ്ഞത്. അള്ളാഹുവിനോട് മാത്രമേ നിങ്ങൾ വിനയത്തോടെ വിളിക്കാവൂ പ്രാർത്ഥിക്കാവൂ എന്ന് പറയുന്ന ഖുർആൻ എന്താണ് പ്രാർത്ഥന എന്നുകൂടി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദഊ മഅല്ലാഹി അഹദാ, പള്ളികൾ അല്ലാഹുവിന് ആരാധനക്കുള്ള കേന്ദ്രങ്ങളാണ്. ആ പള്ളിക്കകത്ത് വെച്ച് ആരാധനാ നിർഭരമായ ഒരു അർത്ഥനയും നിങ്ങൾ അല്ലാഹു അല്ലാത്ത മറ്റൊരാളിലേക്ക് നൽകരുത്. എപ്പോഴാണ് അങ്ങനെയുള്ള മനോഭാവത്തിലേക്ക് ഒരു വിളിയും അർത്ഥനയും വന്നു ചേരുന്നത്? ഫലാ തദഊ മഅല്ലാഹി ഇലാഹൻ ആഖറാ, ഉലൂഹിയ്യത്ത് ദൈവികമായ മനോഭാവം ദിവ്യത്വ സങ്കല്പങ്ങൾ ആരോപിക്കുകയും വകവെച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ട് ജീവിച്ചിരിക്കുന്നതോ മരിച്ചതോ അകലെയുള്ളതോ അടുത്തതോ കാണുന്നവരോ കാണാത്തതോ ആയി ആരുമാകട്ടെ വിളിക്കപ്പെടുന്നവനെ സംബന്ധിച്ച് വിളിക്കുന്നവന്റെ വിശ്വാസം എന്താണ്? വിളിക്കപ്പെടുന്നവനിൽ വിളിക്കുന്നവൻ ആരോപിക്കുന്നത് എന്താണ്? ദൈവികമായ എന്തെങ്കിലും ഒരു മനോഭാവമാണോ എങ്കിൽ ആ വിളി പ്രാർത്ഥനയാണ്. ആ ഒരു മനോഭാവത്തിൽ അല്ലാഹു അല്ലാതെ മറ്റൊരാളെയും വിളിച്ചുകൂടാ. ഇത് വളരെ കൃത്യമാണ്. ഒരിക്കലും ലോകത്തൊരു മുസ്ലിമും ആയിരക്കണക്കിന് ഔലിയാക്കളെ വിളിക്കുമ്പോഴും മരിച്ചവരെ വിളിക്കുമ്പോഴും ജീവിച്ചിരിക്കുന്നവരെ വിളിക്കുമ്പോഴും വിളിക്കപ്പെടുന്നവനിൽ ശിർക്ക് വരുന്ന ഈ ഒരു മനോഭാവം ജീവിതത്തിൽ ഒരിക്കലും അവൻ വെച്ചു പുലർത്തിയിട്ടില്ല. അത്തരം ഒരു മനോഭാവം ഇല്ലെങ്കിൽ
പിന്നെ വിഗ്രഹത്തിന്റെ മുമ്പിൽ ഒരാൾ സുജൂദ് ചെയ്താലും ഓനെ പെട്ടെന്ന് മുശ്രിക്കാന്ന് പറയാൻ പാടില്ല എന്നതാണ് മുജാഹിദ് ആചാര്യനായ വെളിയങ്കോട്ടമ്പർ മൗലവി പഠിപ്പിക്കുന്നത്. സെൽസബീലിൽ വളരെ കൃത്യമായി ഉമർ മൗലവി പറയാൻ. എന്താണ് അയാൾ പറയുന്നത്? അള്ളാഹ് സൃഷ്ടിക്ക് സുജൂദ് ചെയ്യൽ ശിർക്കാണ് എന്നതിൽ തർക്കമില്ല. എന്നാൽ ഒരാൾ ഒരു വിഗ്രഹത്തിന്റെ അടുക്കൽ നെറ്റിത്തടം വെച്ചുകൊണ്ട് കിടക്കുന്നത് കണ്ടാൽ അയാൾ മുശ്രിക്കാണെന്ന് പെട്ടെന്ന് പറയാൻ പാടില്ല. മമ്പറം ഗേറ്റിന്റെ മുന്നിൽ ഒരു മേമോട്ടിനെ കണ്ടാൽ ഒറ്റയടിക്ക് കാഫിർ എന്ന് വിളിച്ച് പുറത്താക്കണ മുജാഹിദാണ് ഈ പറയുന്നത്. ഏത് വിഗ്രഹത്തിന്റെ മുമ്പിൽ ഒരാൾ സുജൂദ് കിടക്കുന്നത് കണ്ടാലും ഓനെ ജാതിക്ക് പുറത്താക്കരുത്. എത്ര വലിയ സൂക്ഷ്മതയാണ് വിഗ്രഹത്തിന്റെ മുമ്പിൽ സുജൂദിൽ കിടക്കുന്നവനോട് ഉമർ മൗലവി കാണിക്കുന്നത്. എന്നാൽ റീറ്റെയിലായി, ഹോൾസെയിലായി, മൊത്തമായി, ചില്ലറയായി സെൽസബിയിൽ തന്റെ ജീവിതകാലം മുഴുവനും എഴുതി തീർത്തപ്പോ മുസ്ലിം ലോകത്തെ ശിർക്ക് പങ്കുപറ്റി മരണപ്പെട്ട വ്യക്തിയാണ് ഈ ഉമർ മൗലവി. അയാളാണ് പറയുന്നത്, മമ്പുറം മക്കാമിൽ സിയാറത്തിന് പോകുന്ന, കുത്തുബിയത്ത് ചൊല്ലുന്ന, മൊയ്തീൻ ഷെയ്ഖിനെ വിളിക്കുന്ന മുസ്ലിമീങ്ങളോട് ആ മൊയ്തീൻ ഷെയ്ഖിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇത്യാദി എന്തെങ്കിലും വിശ്വാസമുണ്ടോ എന്ന് ഒരിക്കൽ പോലും ചോദിക്കാതെ തന്നെ 1000 വട്ടം അത് പറഞ്ഞു കൊടുത്തിട്ട് പോലും ആ വാചകങ്ങൾക്കൊന്നും വില കൊടുക്കാതെ മുസ്ലിം ലോകത്തെ കാഫിറാക്കുന്നുവെങ്കിൽ ഖവാരിജികളുടെ കുബുദ്ധിയല്ലാതെ നിങ്ങളെ ഇതിന് മറ്റൊരു കാര്യവും പ്രേരിപ്പിക്കുന്നില്ല. ആ കൗമ് തന്നെയാണ് പറയുന്നത്, എന്തേ വിഗ്രഹത്തിന്റെ മുമ്പിൽ സുജൂദിൽ കിടക്കുന്നത് കണ്ടാൽ ഒറ്റയടിക്ക് പറയരുത്, പിന്നെന്തു വേണം? അവനോട് ചോദിക്കണം. അഥവാ വേറെ വല്ല നിലയിലുമാണോ എന്ന് ചോദിക്കാതെ അവനെ കാഫിറാക്കരുത് എന്നാണ്, അവനെ മുശ്രിക്കാക്കരുത് എന്നാണ്. വിഗ്രഹത്തിന്റെ മുമ്പിൽ സുജൂദ് കിടക്കുന്നവനോട് നിങ്ങൾ കാണിക്കുന്ന ഈ സുതാര്യത ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സ്വന്തം പിതാവിനെ കാഫിറാക്കിയപ്പോൾ സ്വീകരിച്ചിട്ടുണ്ടോ? തനിക്ക് തൗഹീദിന്റെ ആദ്യ കവചം, ആദ്യ കവാടം അലിഫ് എന്ന അക്ഷരത്തിലൂടെ കുറിച്ചു തന്ന ഗുരുവര്യനിൽ മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചെന്ന് പറഞ്ഞ് കുഫ്ർ ആരോപിച്ച് പുറന്തള്ളിയപ്പോ ഒരിക്കലെങ്കിലും ഈ സൂക്ഷ്മത നിങ്ങൾ പാലിച്ചിട്ടുണ്ടോ? ഇതാണ് ഖവാരിജിയത്തിന്റെ വഴി സ്വീകരിച്ച് മുസ്ലിം ഉമ്മത്തിനെ ഭിന്നിപ്പിക്കാൻ കടന്നു വന്ന കക്ഷികൾ. സുഹൃത്തുക്കളെ, ഇനി നിങ്ങൾ ഒരു മൗലവി ഇത് പച്ചയായി പ്രസംഗിക്കുന്നതും നിങ്ങൾക്ക് കാണാം. ഒരാൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞ ഈ മനോഭാവങ്ങളൊന്നുമില്ലാതെ, ദൈവികമായ ചിന്തയോ ദിവ്യത്വ സങ്കല്പമോ ഇല്ലാതെ വിഗ്രഹത്തിന്റെ മുമ്പിൽ കിടക്കുന്നത് കണ്ടാൽ പോലും അവനെ കാഫിറാണ് എന്ന് പറയാൻ പാടില്ല എന്നാണ് മുജാഹിദ് മൗലവി പ്രസംഗിക്കുന്നത്. അഭൗതികമായ ഒരു വികാരം, ആരാധനാപരമായ ഒരു ഭാവം, പ്രാർത്ഥനാഭാവം എന്റെ മനസ്സിൽ കടന്നു വന്നാൽ അതുമാത്രം മതി ഒരു കാര്യം ഇബാദത്താകാൻ. അതെ, ആള് മരിച്ചണമെന്നില്ല, മൊയ്തീൻ ഷെയ്ഖ് മരിക്കണമെന്നില്ല. ഹയാത്തിലുള്ള മൊയ്തീൻ കുട്ടിനെ വിളിച്ചൊക്കെയാണെങ്കിലും മനോഭാവം ഇതാണോ? സാധനം ശിർക്കാണ്. മനോഭാവം ഇതല്ലേ? മൊയ്തീൻ കുട്ടിനെ വിളിച്ചാലും വഫാത്തായ മൊയ്തീൻ ഷെയ്ഖിനെ വിളിച്ചാലും സാധനം അതല്ല. ഇത് വളരെ കൃത്യമല്ലേ മുസ്ലിമീങ്ങളെ? ഇതില്ലാതെ നമ്മൾ സുജൂദിൽ കിടന്നാലും ആ സുജൂദ് പാപമായേക്കും എന്നല്ലാതെ ശിർക്കാണ് എന്ന് പറയാൻ പറ്റില്ല. അതെ, ശിർക്കാണ് എന്ന് പറയണമെങ്കിൽ വിശ്വാസം വേണം. തൗഹീദും ശിർക്കും വേർതിരിയുന്നത് വിശ്വാസ സംബന്ധിയാണ്, കർമ്മത്തിലല്ല. വിശ്വാസമാണ് തൗഹീദും ശിർക്കും എന്ന് പറയുന്നത്. സുഹൃത്തുക്കളെ, ഇവിടെ മുജാഹിദ് സ്വീകരിക്കുന്ന ഒരു തന്ത്രണ്ട്. അതെന്താണ്? ഏത് ഭാഷകൾക്കും ഒരു സ്വഭാവമുണ്ട്. മലയാളത്തിലാണെങ്കിലും അറബിയിലുമാണെങ്കിലൊക്കെ ചില പദങ്ങൾക്ക് ഒന്നിലധികം അർത്ഥങ്ങൾ കാണും. മലയാളത്തിൽ അത്തരത്തിൽപ്പെട്ട ഒരു വാചകമാണ് പ്രാർത്ഥന എന്നത്. ഈ പ്രാർത്ഥന എന്നത് നേരത്തെ ഞാൻ വിശദീകരിച്ച അള്ളാഹുവിന് നൽകുന്ന അർത്ഥനക്ക്, അഥവാ നേരത്തെ ഞാൻ പറഞ്ഞ മനോഭാവത്തിലുള്ള വിളിക്ക് പ്രാർത്ഥന എന്ന് പറയും. അതിനാണ് മുസ്ലിമീങ്ങൾ സാധാരണ പ്രാർത്ഥന എന്ന് പറയാറുള്ളത്. എന്നാൽ ഭാഷാപരമായി നമ്മൾ നോക്കിയാലോ, ഒരാളുടെ വിളിക്ക്, ഒരാളുടെ അപേക്ഷക്ക്, ഒരാളുടെ സഹായാർത്ഥനക്കൊക്കെ പ്രാർത്ഥന എന്ന് പറയാം. ഇതു തന്നെയാണ് ആ പ്രാർത്ഥനയുടെ അറബി പദമായ ദുആ എന്നതിനുമുള്ളത്. അറബി ഭാഷയായ ദുആയിനും നമ്മൾ എടുത്തു നോക്കിയാൽ പല അർത്ഥങ്ങളുമുണ്ട്. ആ അർത്ഥങ്ങളിൽ സാധാരണ മുസ്ലിം ലോകത്തുള്ള അർത്ഥം എന്താണ്? ദുആ എന്നത് അള്ളാഹുവിനോടുള്ള വിളിയാണ്. എന്നാൽ ഈ ദുആ എന്ന പദം അള്ളാഹുവിന് നൽകുന്ന വിളിക്ക് അല്ലാതെയും ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്നി ദഅഉതു ഖൗമി ലൈലം വനഹാറ, എന്റെ ജനതയെ
രാപ്പകലില്ലാതെ എന്റെ റബ്ബിന്റെ തൗഹീദിലേക്ക് ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാം. ഉദൂ റബ്ബക്കും എന്ന് പറഞ്ഞ ദുആ തന്നെയാണ് ഇന്നി ദഅവ്തു ഖൗമി എന്നിടത്തും പദം ഒന്നാണ്, അർത്ഥം വേറെയാണ്. എന്നാൽ സാധാരണ ജനങ്ങൾക്കിടയിൽ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ വരുന്ന ഒരു ആശയമുണ്ട്, ദുആ എന്ന് പറഞ്ഞാൽ വരുന്ന ഒരു ആശയമുണ്ട്. ഇത് വെച്ചിട്ട് മാല മൗലിദുകളിലെ പദങ്ങൾ എടുത്ത് ദുർവ്യാഖ്യാനിച്ച് മുസ്ലിമീങ്ങളിൽ ശിർക്ക് ആരോപിക്കുന്നത് മുജാഹിദിന്റെ മറ്റൊരു കലാപരിപാടിയാണ്. ഖുർആനിൽ തന്നെ ദുആ എന്ന പദത്തിന് പല അർത്ഥങ്ങളുമുണ്ടെന്നിരിക്കെ ആ ദുആ എന്ന പദം ഒരാൾ എവിടെയെങ്കിലും ഉപയോഗിച്ചാൽ സുജൂദിന്റെ മുമ്പ് കിടക്കുന്നതിനോട് ചോദിച്ച ഒരു മാന്യത പോകട്ടെ, അതിന്റെ അർത്ഥം നിങ്ങൾ പറഞ്ഞതല്ല ഇതാണ് എന്ന് പറഞ്ഞു കൊടുത്താൽ പോലും സ്വീകരിക്കാതെ നമുക്കെതിരെ മുജാഹിദുകൾ മാല മൗലിദുകളിൽ കുപ്രചരണം നടത്തുകയാണ്. വിവരമില്ലാത്ത മുസ്ലിമീങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ട് മുജാഹിദുകൾ ഉദ്ദേശിക്കുന്നതോ ആരോപിക്കുന്നതോ ആയ അർത്ഥതലത്തിലല്ലാതെ ഉപയോഗിച്ചിട്ടുള്ള ദുആ എന്ന പദത്തെ വക്രീകരിച്ചുകൊണ്ട് സുഹൃത്തുക്കളെ, മുസ്ലിം ലോകത്ത് ഔലിയാക്കൾ അമ്പിയാക്കളുടെ മുഅ്ജിസത്ത് കറാമത്ത് അംഗീകരിക്കുന്നതും തേടുന്നതുമൊക്കെ അമ്പിയ ഔലിയാക്കളെ ദൈവമാക്കലാണെന്ന് ചിത്രീകരിച്ച് കറകളഞ്ഞ വിശ്വാസികളെ കാഫിറാക്കാൻ മുജാഹിദ് ചെയ്യുന്ന കലാപരിപാടികൾ. ഒരു ഉദാഹരണം ഞാൻ കേൾപ്പിക്കുകയാണ്. മഹാനായ സി.എം. വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനായ സി.എം. വലിയുല്ലാഹിയുടെ ഒരു മൗലിദിലെ വരി ഒരു മുജാഹിദ് മൗലവി വക്രീകരിക്കുകയാണ്. ഇന്നാ ഖസദ്നാക വല്ലമാലു വാസിഖത്തുൻ വൽ കുല്ലു യദൂക മൽഹുനും വമുബ്തഹിനൂ. നമ്മൾ സി.എം.ഓരെ വിളിക്കുകയാണ്. ഇന്നാ ഖസദ്നാക വല്ലമാലു വാസിഖത്ത്. ഓ സി.എം.ഓരെ, ഞങ്ങൾ അങ്ങയെ പ്രതീക്ഷിക്കുകയാണ്, ഞങ്ങൾ അങ്ങയെ ഉദ്ദേശിക്കുകയാണ്, ഞങ്ങൾ അങ്ങയെ കണക്കാക്കുകയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ സി.എം. വലിയുല്ലാഹിയെ കണക്കാക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ മൊയ്തീൻ ശൈഖിന്റെ സഹായം പ്രതീക്ഷിക്കുന്നത്? ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വൽ മുഅ്മിനൂനല്ലദീന യുഖീമൂനസ്സലാഹ്. അല്ലാഹു പറയുകയാണ്, ഇന്നമാ വലിയുക്കുമുല്ലാഹ്, അല്ലാഹു നിങ്ങളുടെ സംരക്ഷകനാണ്, സഹായിയാണ്. അല്ലാഹു നമ്മെ സഹായിക്കുന്നത് എങ്ങനെയാണ്? അല്ലാഹു നമുക്ക് സഹായം സൃഷ്ടിച്ചു തരുന്നവനാണ്. അല്ലാഹു നമുക്ക് സഹായത്തെ നിർമ്മിച്ചു തരുന്നവനാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ സഹായം സ്വയം കഴിവിൽ അധിഷ്ഠിതമാണ്. അല്ലാഹുവിനോട് നമ്മൾ സഹായം തേടുന്നത് സഹായത്തിന്റെ പരമാധികാരി എന്ന നിലക്കാണ്. എന്നാൽ സുഹൃത്തുക്കളെ, ആ നിലക്ക് നിങ്ങൾ മറ്റൊരാളോട് തേടരുത് എന്നാണ് ഖുർആൻ പറയുന്നത്. എന്നാൽ തുടർന്നുകൊണ്ട് ഖുർആൻ അതേ പദത്തിലേക്ക് ഏച്ചുകെട്ടി കൂട്ടിച്ചേർത്തുകൊണ്ട് പറയുന്നത് വറസൂലുഹു, അല്ലാഹുവിന്റെ ഹബീബും നിങ്ങളുടെ സഹായിയാണ്. ആ ഹബീബായ തങ്ങളുടെ സഹായം എങ്ങനെയാണ്? വല്ലാഹു മുഅ്തിയന ഖാസിം ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. വല്ലാഹു മുഅ്തി, അല്ലാഹുവാണ് നൽകുന്നവൻ, അല്ലാഹുവാണ് നിർമ്മിക്കുന്നവൻ, അല്ലാഹുവാണ് സൃഷ്ടിക്കുന്നവൻ. അല്ലാഹുവിന്റെ റസൂൽ സഹായിക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അന ഖാസിം, ഞാൻ അതിന്റെ സപ്ലയറാണ്, ഞാൻ ആ സഹായത്തിന്റെ വിതരണക്കാരനാണ്, ഞാൻ റബ്ബ് സൃഷ്ടിച്ചു തരുന്ന സഹായം ഓഹരി ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ റസൂലുള്ളാഹിന്റെ സഹായം പ്രതീക്ഷിക്കുകയാണ്. ഹയാത്തി ഖൈറുൽ ലക്കും മമാതി ഖൈറുൽ ലക്കും ഖാല റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ ജീവിതകാലത്ത് എന്നിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ഖൈറുകൾ ലഭിച്ചിട്ടുണ്ടല്ലോ. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ചെന്നുകൊണ്ട് സ്വഹാബത്ത് വെള്ളമില്ലാതെ ആവലാതി പറയുമ്പോ തൊട്ടടുത്തുള്ള കിണർ ചൂണ്ടിക്കാണിച്ച് ഹബീബായ തങ്ങൾ ചോദിക്കുകയാണ്, ആരാണ് ആ കിണർ വിലക്ക് വാങ്ങിയിട്ടത് സംഭാവന ചെയ്യാനുള്ളത്? അവർക്ക് സ്വർഗത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് ഓഫർ കൊടുക്കുക
കൊടുക്കുകയാണ്. ആ ഹബീബായ തങ്ങളുടെ ഓഫർ കേട്ടുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആ കിണർ വാങ്ങിയിട്ട് സ്വഹാബികൾക്കിടയിൽ സംഭാവനയായി നൽകുകയാണ്. മറ്റൊരിക്കൽ അതേ ഹബീബിന്റെ മുമ്പിൽ വന്നുകൊണ്ട് സ്വഹാബത്ത് പറയുകയാണ്, നബിയെ ഞങ്ങൾ യാത്രയിലാണ്, ഞങ്ങൾക്ക് കുളിക്കാൻ വെള്ളമില്ല, ഞങ്ങൾക്ക് വുളൂ ചെയ്യാൻ വെള്ളമില്ല, ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല. നേരത്തെ ഭൗതികമായ കാരണങ്ങളിലൂടെ അനുയായികൾക്ക് വെള്ളം കൊടുത്ത പ്രവാചകര് അവിടുത്തെ മുന്നിൽ മറ്റൊരിക്ക വെള്ളമില്ലെന്ന അവലാതി പറഞ്ഞു വരുമ്പോ ഹബീബായ തങ്ങൾ സ്വഹാബിമാരോട് ചോദിക്കുകയാണ്, നിങ്ങളെ കയ്യിൽ അവശേഷിക്കുന്ന വല്ല വെള്ളവുമുണ്ടോ? ഒരു തോൽപാത്രത്തിൽ അല്പം വെള്ളവുമായി സ്വഹാബത്ത് ചെല്ലുകയാണ്. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, അവിടുന്ന് പറയുകയാണ്, ഹബീബായ തങ്ങൾ അവിടുത്തെ വിരലുകൾ ആ തോൽപാത്രത്തിലേക്ക് വെക്കുകയാണ്. എന്നിട്ടതാ അവിടുത്തെ വിരലുകൾക്കിടയിലൂടെ വെള്ളം പ്രവഹിക്കുകയാണ്. വാഫ്ളലുൽ മിയാഹി മാഉൻ ഖദ് നബഅ മിൻ ബൈനി അസാബിഇൻ നബിയിൽ മുത്തബഅ. ഈ പ്രപഞ്ചത്തിന്റെ പതലങ്ങളിൽ വഴിഞ്ഞൊഴുകിയ പരിശുദ്ധ പാനീയമായ ഹബീബിന്റെ വിരലുകൾക്കിടയിൽ വഴിഞ്ഞൊഴുകിയ പരിശുദ്ധമായ വെള്ളം ആ തോൽപാത്രം നിറക്കുകയാണ്. 1200ഓളം വരുന്ന സ്വഹാബ ആ വെള്ളം യഥേഷ്ടം ഉപയോഗിക്കുകയാണ്. ഇത് ഉദ്ധരിച്ചുകൊണ്ട് സ്വഹാബി പറയുകയാണ്, ഞങ്ങൾ 1,00,000 ആ വെള്ളം ഞങ്ങൾക്ക് ഉപകാരപ്രദമാണ്. ഹബീബായ തങ്ങളുടെ കാലത്ത് മദീന മണ്ണ് വരണ്ടുണങ്ങിയപ്പോ സ്വഹാബത്ത് ചെന്ന് ആവലാതി പറയുന്നു, വെള്ളമില്ല, ഇസ്തസ്ഖിലി ഉമ്മത്തിക യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് വെള്ളം വാങ്ങിത്തരണം നബിയേ. അള്ളാന്റെ ഹബീബ് മദീനത്തെ പള്ളിയിൽ നിന്ന് റബ്ബിന്റെ മുമ്പിലേക്ക് കൈകളുയർത്തി വെള്ളം വാങ്ങിക്കൊടുക്കുകയാണ്. കാലങ്ങൾ കഴിഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹു രാജ്യം ഭരിക്കുമ്പോൾ മദീന മണ്ണ് വരണ്ടുണങ്ങുകയാണ്. സ്വഹാബി ചെന്നിട്ട് ആവലാതി പറയുന്നു, ഇസ്തസ്ഖിലി ഉമ്മത്തിക യാ റസൂലല്ലാഹ്, നബിയേ മദീന മണ്ണ് വരണ്ടുണങ്ങിപ്പോയിട്ടുണ്ട്, ഞങ്ങൾക്ക് വെള്ളം വേണം നബിയേ. മദീനത്തെ മിഹ്റാബിന്റെ ചാരത്ത് ഹബീബായ തങ്ങൾ ജീവിച്ചിരിക്കുമ്പോ വരണ്ടുണങ്ങിയ മദീനക്ക് വെള്ളം ചോദിച്ച സ്വഹാബി ഉപയോഗിച്ച പദമേതാണോ ആ പദത്തിൽ പോലും ഒരു വ്യത്യാസം കാണിക്കാതെ ബിലാൽ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളുടെ ജാറത്തിന്റെ മുന്നിൽ ചെന്നിട്ട് പറയുന്നു, ഇസ്തസ്ഖിലി ഉമ്മത്തിക യാ റസൂലല്ലാഹ്. ഹയാത്ത് കാലത്ത് ചോദിക്കുമ്പോഴും വഫാത്തിന്റെ ശേഷം ചോദിക്കുമ്പോഴും ചോദ്യത്തിന്റെ പദങ്ങളിലോ സ്വരത്തിലോ പോലും ഒരു ചെറിയ ചേഞ്ച് പോലും മുസ്ലിം ലോകം ആ സംഭവം ഉദ്ധരിക്കുന്നിടത്ത് നമുക്ക് കാണാൻ കഴിയില്ല. ഹയാത്തി ഖൈറുൽ ലക്കും മമാതി ഖൈറുൽ ലക്കും, എന്റെ ജീവിതത്തിന്റെ നന്മകൾ, എന്റെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമായ ഖൈറാത്തുകൾ എന്റെ മരണശേഷവും നിങ്ങൾക്ക് നിലച്ചു പോകാതെ ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതേ ഹബീബായ തങ്ങളും അല്ലാഹുവും കാണുകയാണ്. യഅമലു ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു. അല്ലാഹു തആല ഖുർആനിലൂടെ പറയാണ്, നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം നന്മകൾ. ഫസയറല്ലാഹ്, അല്ലാഹു നിങ്ങളുടെ സുഹൃതങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. വറസൂലുഹു, ഹബീബായ തങ്ങളും അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ കണ്ടിട്ടുണ്ട്, ഹയാത്ത് കാലത്ത് കണ്ട് സന്തോഷിച്ചിട്ടുണ്ട്, വഫാത്തിന്റെ ശേഷവും അവിടുന്ന് കൺകുളിർക്കെ കാണുന്നുണ്ട്. ഹദീസിലൂടെ ആ ആയത്തിന് വിശദീകരണമെന്ന നിലയിൽ തന്നെ ഹബീബ് പറയുകയാണ്, സ്വഹാബികളെ, വിശ്വാസികളെ, തുറളു അലയ്യ അഅമാലുക്കും, നിങ്ങളുടെ സുഹൃതങ്ങളും നിങ്ങളുടെ തിന്മകളും എന്നിലേക്ക് വെളിവാക്കപ്പെടുന്നുണ്ട് കേട്ടോ. നിങ്ങൾ നന്മ ചെയ്യുന്നത് കാണുമ്പോൾ ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്, തിന്മ കണ്ടാൽ ഞാൻ ഇസ്തിഗ്ഫാർ തേടുകയാണ്. ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു, അല്ലാഹു സ്വയം കഴിവിലൂടെ നമുക്ക് സഹായങ്ങൾ നിർമ്മിച്ചു തരും. അതുകൊണ്ട് തന്റെ ജീവിതത്തിന്റെ നന്മകളുടെ സൃഷ്ടാവും നിർമ്മാതാവും എന്ന നിലക്ക് ഒരാളെ മാത്രമേ നമുക്ക് വിളിക്കാവൂ. ഉദ്ഉ റബ്ബക്കും തളർറുഅൻ വഖുഫിയാ. അതേ സമയത്ത് വറസൂലുഹു, ഹബീബായ തങ്ങള് അല്ലാഹുവിന്റെ സഹായത്തിന്റെ വിതരണക്കാരാണ്, കാരണക്കാരാണ്. ഹബീബായ തങ്ങൾ മാത്രമല്ല, വല്ലദീന ആമനുല്ലദീന യുഖീമൂനസ്സലാത്ത്, വിശ്വാസികളും നമ്മുടെ സഹായികളാണ്. വിശ്വാസികൾ നമ്മുടെ സഹായിയാണ് എന്ന് പറയുമ്പോൾ അങ്ങാടിയിൽ നിന്ന് മുജാഹിദ് ചോദിക്കൂ, എന്നാ പിന്നെ മൊയ്തീൻ ശൈഖിനെ ബാഗ്ദാദിക്ക് വിളിക്കുന്നത് പോലെ പള്ളിത്തൊടുവിലെ മൊയ്തീൻ കുട്ടി നിങ്ങൾക്ക് വിളിച്ചു തേടിക്കൂടെ? അതിന് നമ്മൾ മനസ്സിലാക്കണം, വിശ്വാസി നമ്മളെ സഹായിക്കും. ഏത് സഹായം? ജീവിതകാലത്ത് ഏതൊരു സഹായത്തിനാണോ അള്ളാഹു കഴിവ് കൊടുത്തത് ആ രീതിയിൽ മരണശേഷവും സഹായിക്കും. നമ്മളെ പള്ളിത്തൊടുവിലെ മൊയ്തീൻ കുട്ടിക്ക് അത്ര വോൾട്ടേജ് അള്ളാഹു കൊടുത്തിട്ടില്ല.
അവന് കൊടുത്തൊരു കഴിവുണ്ട്. അക്കഴിവ് അവന്റെ ബോഡിയുമായി ബന്ധപ്പെട്ടതാണ്. ആ ബോഡിയിൽ നിന്ന് ആത്മാവ് വിട പറയുന്നതോടെ ആ കഴിവ് അവസാനിക്കുകയാണ്. മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു കൊടുത്ത കഴിവ് എനിക്കും നിങ്ങൾക്കും ലഭിച്ചിട്ടുള്ള ശരീരത്തിന്റെ കഴിവ് മാത്രമല്ല, മസാല അബ്ദീ ബിന്നവാഫിൽ യഖ്റുബു ഹത്താ കൂന ലഹു യദം വൽ അർജുലാ. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്ത് സുഹൃത്തുക്കളിൽ സമർപ്പിത ജീവിതം നയിച്ച് വിലായത്തിന്റെ റിസാലത്തിന്റെ പവറിലെത്തിച്ചേർന്ന മഹാരഥന്മാർ, അവർക്ക് അല്ലാഹു കൊടുക്കുന്നൊരു കഴിവുണ്ട്. അത് വിലായത്തിന്റെ കറാമത്തിലധിഷ്ഠിതമായ കഴിവാണ്. റിസാലത്തിന്റെയും മുഅ്ജിസത്തിന്റെയും സൗന്ദര്യമുള്ള കഴിവാണ്. ആ കഴിവ് ശരീരവുമായി ബന്ധപ്പെട്ടതല്ല. അതുകൊണ്ട് തന്നെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട പറഞ്ഞ് ശരീരം നിശ്ചലമായി കഴിഞ്ഞാലും ആത്മാവിന്റെ കഴിവ് അവസാനിക്കുന്നില്ല. അതുകൊണ്ട് വല്ലദീന ആമനുല്ലദീന ഓരോ വിശ്വാസിക്കും എന്ത് കഴിവ് അല്ലാഹു കൊടുത്തോ അക്കഴിവ് വെച്ച് നമ്മെ സഹായിക്കും. അക്കഴിവ് നമുക്ക് അവരോട് തേടാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ തേടുന്നു. അപ്പം മുജാഹിദ് ചോദിക്കും, CM വലിയുള്ളാഹി ഞങ്ങളെ വിളിക്കണം. CM വലിയുള്ളാഹി ഔലിയാണ് ഇപ്പം എന്താ നിങ്ങൾക്ക് തെളിവ്? മരിച്ചത് ഔലിയാന്ന് ഇപ്പൊ നിങ്ങൾക്ക് വല്ല ഉറപ്പുണ്ടോ? അപ്പൊ നമുക്ക് വേറൊരു സംശയമുണ്ട്. മുജാഹിദ് പള്ളിക്ക് മുജാഹിദ് മഹല്ലത്തിൽ മരിച്ച മേമോട്ടിന്റെ മയ്യത്തുക്കരിച്ചാ നിൽക്കുകയാണ്. മുസ്ലിമീങ്ങൾക്കാണല്ലോ മയ്യത്തുക്കാരോ. ഈ മേമോട്ടി മരിച്ചത് മുസ്ലിമായി തന്നെയാണ് ഇപ്പൊ എന്താ ഉറപ്പേ? ആ മേമോട്ടിന്റെ ജീവിത നിലപാട് വെച്ചിട്ടാണ്. അതേ നിലപാട് തന്നെയാണ് CM വലിയുള്ളാഹി ഔലിയായിട്ടാണ് വഫാത്തായത് എന്നതിനും നമുക്കുള്ള മാനദണ്ഡം. അതുകൊണ്ട് നമ്മൾ വിളിക്കുകയാണ്, ഇന്നാ ഖസദിനാക വൽ ആമാലു വാസിഖത്തുൻ വൽ കുല്ലു യദ്ഊക മൽഊനും വമുബ്തഹിനൂ. ഞങ്ങൾ CM ഓരെ പ്രതീക്ഷിക്കുന്നുണ്ട് അവിടുത്തെ സഹായം. വൽ കുല്ലു യദ്ഊക, എല്ലാവരും CM ഓരെ വിളിക്കുകയാണ്. ഇങ്ങനെ അർത്ഥം വെച്ച ഒരു പ്രശ്നം അവിടെ ഇല്ല. ഇന്നി ദഅവ്തു ഖൗമി ലൈലം വനഹാറ. നൂഹ് നബി അലൈഹിസ്സലാം തന്റെ ജനതയെ രാപ്പകലില്ലാതെ മതത്തിലേക്ക് വിളിച്ചു ക്ഷണിച്ചു. ഇതേ രീതിയിൽ യദൂക എന്നതിന്റെ അർത്ഥം വൽകുല്ലു യദൂക്, എല്ലാവരും CM ഓരെ വിളിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ തീരണ പ്രശ്നേ ഇതുള്ളൂ. പക്ഷേ മുജാഹിദിന് വേണ്ടത് മുസ്ലിമീങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കി മുഖ്യധാരാ മുസ്ലിമീങ്ങളെ ഖവാരിജ് ശിർക്കാരോപിച്ചതുപോലെ ശിർക്കാരോപിക്കലാണ്. അതിനുവേണ്ടി മുജാഹിദ് മൗലവി എങ്ങനെ ഉന്തി തള്ളിട്ടാലും അർത്ഥം എങ്ങനെയാ വെക്കാരങ്ങള്? വൽകുല്ലു യദൂക്, എല്ലാവരും വിളിച്ചു പ്രാർത്ഥിക്കുന്നു എന്നാണ് മുജാഹിദിന്റെ വക അർത്ഥം വെക്കുക. അങ്ങനെയാണല്ലോ CM മടവൂരിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന വരികൾ മുസ്ലിം സമൂഹത്തോട് ആ മഹാത്മാക്കളുടെ ആണ്ടെന്നും ഉറൂസെന്നും നേർച്ചയെന്നും അവരോടുള്ള ബഹുമാനം എന്ന പേര് പറഞ്ഞുകൊണ്ട് മുസ്ലിം സമൂഹത്തിന് മുമ്പിൽ പോയി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഇല്ല. അങ്ങനെ CM-നോട് നീർച്ചന്റെ ആണ്ടിന്റെയും പേരിൽ പ്രാർത്ഥിക്കുന്ന ഒന്നും നമ്മൾ മുസ്ലിം ലോകത്തെ പഠിപ്പിച്ചിട്ടില്ല. ഒരു മുസ്ലിമും അങ്ങനെ ഒരു പരിപാടിയും ചെയ്യുന്നുമില്ല. മൗലിദുകൾ CM മടവൂരിന്റെ മൗലിദിൽ കാണാം. ആ CM മടവൂരിനോട് പറയുന്ന വരികളുണ്ട്. എന്താ? മടവൂരെ ഇന്നാ ഖസദിനാക വൽ ആമാലു വാസിഖത്തുൻ വൽ കുല്ലു യദ്ഊക മൽഹൂഫു വമുബ്തഹിലു. അല്ലയോ മടവൂരെ, ഞങ്ങൾ അങ്ങേയറ്റത്തെ പ്രതീക്ഷയോടുകൂടി നിങ്ങൾ അടുക്കിലേക്ക് ഇതാ വന്നിരിക്കുന്നു. അതെ, എന്താ നമ്മളെ പ്രതീക്ഷ? ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലു വൽ മുഅ്മിനൂൻ. മുഅ്മിനീങ്ങളെയും റസൂലിനെയും ഒക്കെ അള്ളാഹു നിർമ്മിച്ചു തരുന്ന സഹായത്തിന്റെ വിതരണക്കാരായി അള്ളാഹു നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ വാതുക്ക നമ്മൾ സഹായം പ്രതീക്ഷിക്കുകയാണ്. ഞങ്ങൾ നിങ്ങളെ കുറിച്ച് പ്രതീക്ഷയിലാണ്. വൽ കുല്ലു, എല്ലാവരും യദ്ഊക, നിങ്ങളോട് ദുആ ചെയ്യുന്നു. മുസ്ലിംമാർ സ്റ്റേജ് കയറി അപ്പ കളവ് പറയും. കണ്ടങ്ങൾ തട്ടിപ്പ്. യദൂക എന്നുള്ളതിന്റെ അർത്ഥം മാത്രം മലയാളം മൗലവിക്ക് കിട്ടായിട്ടല്ല, മനുഷ്യന്മാരെ ഒസ്വാസാക്കിയാലേ മുജാഹിദ് നിലക്കുള്ളൂ. ഈ ഒസ്വാസിൽ മാത്രം കെട്ടിപ്പടുത്തൊരു പ്രസ്ഥാനമായതുകൊണ്ടാണ് ഇപ്പൊ പിളർന്നപ്പം മൊത്തം ഒസ്വാസായത്. ഇപ്പൊ നോക്കി നിങ്ങൾ, കുരുടൻ ആനനെ തപ്പണ മാതിരി മുജാഹിദ് തമ്മിൽ തൗഹീദ് തപ്പാണ്. കാരണം എന്താ? ഈ ഒസ്വാസും മേലാണ് ഇത് കെട്ടിപ്പടുത്തത്. അവസാനം പിന്നെ എല്ലാവരും തമ്മിൽ സംശയരോഗികളായി. ഇവന് മറ്റോനെ കണ്ട ശിർക്കുണ്ടോ തോന്നുകയാണ്, മറ്റോന് ഇവനെ കണ്ട ശിർക്കുണ്ടോ തോന്നുകയാണ്, പെണ്ണുങ്ങൾക്ക് മാപ്പിളിനെ കണ്ട പേച്ചുക്കണോ എന്ന് തോന്നുകയാണ്. ഇങ്ങനെ ആകെപ്പാടൊരു കൺഫ്യൂഷൻ കമ്പനിയായി മാറിയത് ഈ ഒസ്വാസിൽ കെട്ടിപ്പടുത്തതുകൊണ്ടാണ്. മൂപ്പർക്കാടെ പച്ച മലയാളത്തിൽ അർത്ഥം വെച്ചു കൊടുക്കുക, വഫാത്തായ CM-നെ ഞങ്ങൾ വിളിക്കുന്നുണ്ട്.
ഇസ്തിഗാസയാണ്, സഹായതേട്ടമാണ്, ദുആയല്ല എന്ന് പറഞ്ഞിട്ട് മുസ്ലിം സമൂഹത്തെ പറ്റിച്ചു നടക്കുക. അല്ല, അതന്നെയാണ് അതിന്റെ സത്യം. ഇത് പ്രാർത്ഥനയല്ല, ഇത് വിളിയാണ്. എന്തുകൊണ്ട്? പ്രാർത്ഥനയാകണമെങ്കിൽ അഹ്ലുസുന്ന ബുക്കും അൽമനാറും ഉമർ മൗലവിയൊക്കെ പഠിപ്പിച്ച ആ കുഴപ്പമുണ്ടാകണം. ഏത്? ദൈവികമായ മനോഭാവമോ ദിവ്യത്വ സങ്കല്പങ്ങളോ ഉണ്ടാകണം. ഒരു വലിയന് കറാമത്തുണ്ട് എന്ന് വിശ്വസിക്കുന്നത് ദിവ്യത്വം കൊടുക്കലല്ല, അത് അള്ളാഹുവിന്റെ കഴിവ് ഒരു വലിയിലൂടെ അള്ളാഹ് വെളിവാക്കുകയാണ്. ഒരു പ്രവാചകന് മോചിതത്തുണ്ട് എന്ന് വിശ്വസിക്കുന്നത് ആ പ്രവാചകന് ദിവ്യത്വം ആരോപിക്കലല്ല, അള്ളാഹുവിന്റെ കഴിവ് ആ പ്രവാചകനിലൂടെ അള്ളാഹു വെളിവാക്കുകയാണ്. അതുകൊണ്ട് അവിടെ ദിവ്യത്വം വരുന്നില്ല. ഇത് ഇങ്ങനെ തന്നെ തുറന്നു പറയാം, കാരണം അത് സ്വർഗത്തിന് നരകത്തിന് വിഷയമാണ്. നിങ്ങൾ തുറന്ന് പറയണില്ല, പറയാത്തതാണ് കുഴപ്പം. ഇത് സ്വർഗത്തിന്റെയും നരകത്തിന്റെയും വിഷയമാണ്. സ്വന്തം പാപ്പാനെ കാഫിറാക്കണ കുലുമാലും കുണ്ടാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഇവിടെ ഈ ഒസ്വാസ് ഒഴിവാക്കിയിട്ട് വിളിക്കാൻ ഉപയോഗിച്ച ദുആവും പ്രാർത്ഥിക്കാൻ ഉപയോഗിച്ച ദുആവും ഒന്ന് വേറിരിച്ച് ഖുർആനിലുള്ള മാതിരി നിങ്ങളൊന്ന് അർത്ഥം വെച്ചു കൊടുത്താൽ ഈ പിത്തനെ പിരിച്ചു വിട്ടൂടെ മുജാഹിദേ? അത് ചെയ്യാതെ നിങ്ങൾ മുസ്ലിം ലോകത്തെ ഫസാദാക്കാൻ